ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേതൊരു പെൻപാൽ ഓപ്പണിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പെൻപാൽ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. ആളുടെ പേര് ഷംനിയ എന്നാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് കയ്യിൽ കിട്ടിയിട്ട് എനിക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തിടുക്കമായിരുന്നു കേട്ടോ. അപ്പം ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത് 28-നാണ്. പക്ഷേ അന്ന് തന്നെ ഞാൻ എൻ്റെ ഓവർ എക്സൈറ്റ്മെൻറ്റ് കാരണം ഞാൻ പെൻപാല ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വോയിസ് ഓവറൊന്നും കൊടുക്കാത്തത് കൊണ്ടാണ് അന്ന് തന്നെ പോസ്റ്റ് ചെയ്യാതിരുന്നത്. അതുമാത്രമല്ല എൻ്റെ ആനിവേഴ്സറി ആയിരുന്നു 28-ന്. അപ്പം ആ ഒരു ദിവസം തന്നെയാണ് കേട്ടോ ഈ ഒരു പെൻപാൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ആനിവേഴ്സറി ഗിഫ്റ്റ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആളെന്താണ് എനിക്ക് വേണ്ടി അയച്ചിട്ടുള്ളതെന്ന് നോക്കാം. ഓരോന്നോരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം ആദ്യം തന്നെ ഈ ഒരു കവറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഒരു ഗോൾഡൻ, ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ ആ ഒരു കളറിലുള്ള ഒരു എൻവലപ്പിലാണ് കേട്ടോ ഇത് നമ്മുടെ ഈ ഒരു പെൻപാൽ വന്നിട്ടുള്ളത്. അപ്പം അത് വാക്സിലൊക്കെ ചെയ്തിട്ടുണ്ട് ആൾ. നല്ല ക്യൂട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ എൻവലപ്പ് വരുന്നത്. അപ്പം എനിക്ക് വേണ്ടി ചൂസ് ചെയ്തത് ഒരു ബ്ലൂ ഇസ്തെറ്റിക്സ് ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ കവറൊക്കെ അതായത് എൻവലപ്പൊക്കെ ഡെക്കറേറ്റ് ചെയ്തത് ഒരു ബ്ലൂ ഇസ്തെറ്റിക് ആ ഒരു തീമിലാണ്. നല്ല രസമുണ്ട് കേട്ടോ ഇതിൻ്റെ കവർ പേജല്ല സോറി ഇതിൻ്റെ എൻവലപ്പിൻ്റെ ആ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എന്നോട് ഏത് തീമാണ് വേണ്ടത് എന്നൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം സാധാരണ നമ്മളൊരു പെൻപാൽ ചെയ്യുമ്പം നമ്മൾ ചോദിക്കാറുണ്ട്, ഞാൻ ചോദിക്കലുണ്ട് കേട്ടോ. അപ്പം ഏത് തീമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്? അപ്പം എന്നോടൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരു ഇസ്തെറ്റിക് ലവറാണെന്ന് അറിഞ്ഞത് കൊണ്ടായിരിക്കാം ഈ ഒരു ഇസ്തെറ്റിക്സ് തന്നെ ചൂസ് ചെയ്തത്. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. പിന്നെ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പം ആദ്യം തന്നെ ഉള്ളത് നമ്മുടെ പെൻപാലിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ലെറ്റർ ആണല്ലോ. അപ്പം എനിക്ക് ഒരു വലിയ ലെറ്റർ തന്നെ അയച്ചിട്ടുണ്ട്. അപ്പം ലെറ്റർ പറയാൻ പേഴ്സണൽ ആണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇതിലൊന്നും ലെറ്ററിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നൊന്നും കാണിക്കാത്തത്. അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിക്കാനുണ്ട്. അപ്പം അത് നമുക്കവിടെ മാറ്റി വെക്കാം. പിന്നെ അതുപോലെ തന്നെ അതും ഒരു ബ്ലൂ ഇസ്തെറ്റിക്സിലാണ് ആ ഒരു എൻവലപ്പല്ല, അത് ജസ്റ്റ് ക്ലോസ് ചെയ്തത് ഒരു ബ്ലൂ ഡെക്കറേഷൻസൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പം അതിലെ ലെറ്ററൊന്നും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല ക്യൂട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നെക്സ്റ്റ് വരുന്നത് കുറച്ച് സ്റ്റിക്കി നോട്ട്സ് ആണ്. ഇതുപോലുള്ള ബ്ലൂ തീമിൽ വരുന്ന സ്റ്റിക്കി നോട്ട്സ് ഒരു 4 ഡിസൈൻസിലായിട്ടാണ് വരുന്നത്. ഇതിലെ സ്റ്റിക്കി നോട്ട്സ് വരുന്നത് ഒരു ക്യൂട്ട് ആൻഡ് കവായി ആ ഒരു തീമിലാണ് കേട്ടോ. അപ്പം 4ഉം എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പം ഇതിനു മുമ്പ് ഞാൻ മീഷോയിലാണെന്ന് തോന്നുന്നു ഇതുപോലുള്ള കുറച്ച് എന്താ പറയുക സ്റ്റിക്കി നോട്ട്സ് കണ്ടിട്ടുണ്ടായിരുന്നു. വാങ്ങിക്കണമെന്ന് വിചാരിച്ച ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. പിന്നെ ഇതാ നെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇതുപോലുള്ള കുറച്ച് വാഷി സാമ്പിൾസ് ആണ്. അപ്പം ഒരു 7 ഡിഫറെൻറ്റ് തീമിലാണ് കേട്ടോ ഓരോ വാഷി സാമ്പിൾസും വരുന്നത്. അതൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ജസ്റ്റ് റോൾ ചെയ്തിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനിയിപ്പം അതിൻ്റെ റിപ്ലൈ ഒക്കെ അയക്കണം. പിന്നെ ഇത് നെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇതുപോലുള്ള ഒരു ബ്രേസ്ലെറ്റിൻ്റെ സെറ്റാണ് കേട്ടോ. അപ്പം എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം ഈ ഒരു പെൻപാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ഐറ്റമാണ് കേട്ടോ, ബ്രേസ്ലെറ്റ്. അപ്പം ഞാൻ പൊതുവേ ഇതുപോലുള്ള ബ്രേസ്ലെറ്റൊന്നും യൂസ് ചെയ്യാത്ത ആളാണ്. പക്ഷേ എന്തോ ഒരു ക്യൂട്ട്നെസ് തോന്നുന്നു, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതൊരു സെറ്റിൽ 2 പീസായിട്ടാണ് കേട്ടോ വരുന്നത്. ഒന്ന് കംപ്ലീറ്റ് പേളായിട്ടുള്ളതും പിന്നെ ഇതുപോലെ ഒരു ബട്ടർഫ്ലൈ ഡിസൈനിലുമാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പം എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെൻപാലിൻ്റെ കൂടെ ഈ ഒരു ഗിഫ്റ്റ് കൂടി വെച്ചതിന് താങ്ക് യു സോ മച്ച്. പിന്നെ ഇത് നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു പേജിൽ ദിസ് ഓർ ദാറ്റ് എന്നുള്ളൊരു ക്യാപ്ഷനോട് കൂടിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ ആൻസേഴ്സൊക്കെ റിപ്ലൈ ലെറ്റർ എഴുതുമ്പം ആഡ് ആക്കണം. പിന്നെ ഇത് നെക്സ്റ്റ് ഇതുപോലുള്ള കുറച്ച് സ്റ്റിക്കർ ഷീറ്റാണ് കേട്ടോ. ഇതും ഒരു ബ്ലൂ ഇസ്തെറ്റിക്സ് ആ ഒരു തീമിൽ വരുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഒരു എൻവലപ്പിൽ ഇതുപോലെ എക്സ്ട്രാസ് എന്നൊക്കെ ക്യാപ്ഷൻ കൊടുത്തിട്ട് വരുന്നുണ്ട്. അപ്പം ഇതിലാണ് നമ്മുടെ എക്സ്ട്രാസൊക്കെ ഉള്ളത്. അപ്പം ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പം അത്യാവശ്യം കുറച്ചധികം ക്യൂട്ടായിട്ടുള്ള എക്സ്ട്രാസൊക്കെ ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പം മെയിനായിട്ട് സ്റ്റിക്കേഴ്സ് ആണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം കേട്ടോ.
പിന്നെ ഇതാ എക്സ്ട്രാസിൽ ആഡാക്കിയ ഓരോ ഐറ്റംസും ഒരു ബ്ലൂ കളറിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്താ പറയുക, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഒരു ക്യൂട്ട് പോളറോയിഡ് വരുന്നുണ്ട്. പിന്നെ ഫ്ലോറൽ സ്റ്റിക്കർ വരുന്നുണ്ട്. അപ്പം എല്ലാം നല്ല അടിപൊളിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലൊരു പോളറോയിഡ് വരുന്നുണ്ട്. ഇതുപോലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഗ്രിഡ് പോളറോയിഡ് വരുന്നുണ്ട്. അപ്പം അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അപ്പം കൂട്ടത്തിൽ അതാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടമായത്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ടേബിളിൽ ഡെക്കോറായിട്ട് അങ്ങനെ വെക്കാമെന്ന്. എനിക്ക് ജേർണലിങ് സ്പ്രെഡ്സൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഡിഫറെൻറ്റ് കളറിലെ ഡിഫറെൻറ്റ് തീമിലൊക്കെ ജേർണലിങ് സ്പ്രെഡ്സ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പം ഇനി ബ്ലൂ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ ഇതിലുള്ള സപ്ലൈസൊക്കെ യൂസ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പെൻ പാൽ സെൻഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു പെൻ പാലിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. പിന്നെ ഇതുപോലുള്ള ക്യൂട്ടായിട്ടുള്ള എസ്തെറ്റിക് കുറച്ച് വാൾ പോസ്റ്റേഴ്സൊക്കെ ഉണ്ട്. വാൾ പോസ്റ്റേഴ്സായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ജേർണലൊക്കെ ചെയ്യുമ്പം അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എന്താ പറയുക, ഇതൊക്കെയാണ് ഇപ്പം ഈ ഒരു പെൻ പാലിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പം എനിക്ക് ഓരോന്നും അയച്ചു തന്ന ഓരോ സംഭവങ്ങളും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പെൻ പാലിൽ വന്നിട്ടുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.